നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ റഫറിംഗ് കോൺട്രവേഴ്സീസിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രീമിയർ ലീഗ് റഫറി ആയിട്ടുള്ള ഡേവിഡ് കൂട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രൊഫഷണൽ റഫറിയുടെ സൈഡിൽ നിന്ന് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത കോണ്ടന്റ് ആണ് ആ വീഡിയോയിലൂടെ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ലിവർപൂളിന്റെ മുൻ ബോസായിട്ടുള്ള ക്ലോപ്പിനെതിരെയുള്ള ഒരു ഹെയ്റ്റ് സ്പീച്ചാണ് വീഡിയോ എന്ന് പറയേണ്ടി വരും. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി മുമ്പ് നടന്ന ഒരു ലിവർപൂൾ ബേൺലി മത്സരത്തിന് ശേഷം ക്ലോപ്പ് ഡേവിഡ് കൂട്ടിനെ കള്ളം പറഞ്ഞതായിട്ട് ആരോപിക്കുന്നു. അതിനുശേഷം ക്ലോപ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ ഡേവിഡ് കൂട്ട് വ്യക്തമാക്കുന്നത്. ക്ലോപ്പ് ഭയങ്കര അരഗണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി കുറെ തെറിയൊക്കെ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വൺ ഓഫ് ഇൻസ്റ്റൻസ് അല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതുപോലുള്ള പല ഇൻസ്റ്റൻസും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ PG മോൾ ഇടപെട്ടു, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പുള്ളിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു റഫറി ലിവർപൂളിന്റെ മത്സരം ഇപ്പോൾ ഒഫീഷ്യൽ ചെയ്താൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോ ആന്റണി ടൈലറുടെ കാര്യം തന്നെ എടുക്കുക. എനിക്ക് തോന്നുന്നു ചെൽസി ഫാൻസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന റഫറിയിൽ ഒരാളാണ് ആന്റണി ടൈലർ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ആക്ഷൻസ് തന്നെയാണ്. അനാവശ്യമായിട്ട് റെഡ് കാർഡ് കൊടുക്കുക, അനാവശ്യമായിട്ട് യെല്ലോ കാർഡ്സ് കൊടുക്കുക, ഓപ്പോസിഷന്റെ പല ഫൗളുകളും ഇഗ്നോർ ചെയ്യുക. ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആന്റണി ടൈലറുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ മൊറീഞ്ഞോയും ആന്റണി ടൈലറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ AS റോമയിൽ പോയതിനു ശേഷവും യൂറോപ്പ് ലീഗിൽ വെച്ച് ടൈലർ ഒരു മത്സരം ഒഫീഷ്യേറ്റ് ചെയ്തു. ആ മത്സരത്തിൽ എന്ത് സംഭവിച്ചു, അതിനുശേഷം എയർപോർട്ടിൽ വെച്ച് ഫാൻസ് അദ്ദേഹത്തെ കയ്യേറ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള റഫറിമാരെ എന്തുകൊണ്ട് PG മോൾ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോ ഫോർമർ റഫറി ആയിട്ടുള്ള മൈക്ക് ഡീൻ പുള്ളി ഇന്റർവ്യൂയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഒരു സർക്കിളാണ്. ഇപ്പൊ പ്രൈമറി റഫറി ആയിട്ട് ഡേവിഡ് കൂട്ട് കാണും, ലൈൻ റഫറി ആയിട്ട് ആന്റണി ടൈലറും, വാറിൽ ചിലപ്പോൾ മൈക്ക് ഡീനും ആയിരിക്കും. അപ്പോൾ ഓൺഫീൽഡ് റഫറി ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് വാർ കോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലൈൻഡ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന ഒരു വാർ ടീമിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് നല്ല രീതിയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടത് PG മോളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റഗ്രിറ്റിയുടെ ഒരു മെയിൻ പാർട്ട് തന്നെയായിട്ട് മാറേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാറിലേക്ക് മറ്റൊരു ലീഗിൽ നിന്ന് റഫറിമാരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിസം അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ ബഡി സിസ്റ്റത്തെ മാറ്റി ഒരു സെപ്പറേറ്റ് ലീഗിൽ നിന്ന് റഫറിമാരെ കൊണ്ടുവന്ന് പരീക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പൊ സെമി ഓട്ടോമേറ്റഡ് വാർ ഇന്റർവീൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിലൂടെ മാക്സിമം മാനുവൽ ഇന്റർവെൻഷൻ കുറക്കുക എന്നുള്ള ഒരു കാര്യം ഇപ്പൊ PG മോളും FA ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്താണ് വാറും ഓൺഫീൽഡ് റഫറിയുമായിട്ട് സംസാരിക്കുന്നത്, അതിന്റെ ഓഡിയോ എന്തുകൊണ്ട് പബ്ലിക് ആക്കുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസിന് ശേഷം ഈ വീഡിയോ റെക്കോർഡിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പീലൊക്കെ പോയി അപ്രൂവ് ചെയ്തുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ പറയുന്നത് പോലെ ഓൺഫീൽഡ് റഫറി ചെയ്യുന്നു, അവർ നമ്മളെ സംസാരം നമുക്ക് കേൾക്കാൻ പറ്റും, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് അവരുടെ ഡിസിഷൻ പറയുന്നു. ഇത് ഫാൻസിന് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് FA സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അത്യാവശ്യമാണ്. എന്തായാലും ഇതുപോലുള്ള ചേഞ്ചസ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.